ദേശത്തിൽ നിന്ന് ഞങ്ങൾ കൈവിട്ട് പോകുമോ എന്നുള്ള ഒരവസ്ഥ വന്നെങ്കിൽ എൻ്റെ അമ്മ ഈ വിശ്വാസത്തിൽ തന്നെ എപ്പോഴും പറയും, എനിക്ക് അപ്പോസ്തലന്മാരോടുള്ള കൂട്ടായ്മ മതി, അത് മതി. എന്നെ ചർച്ച കൂടി കെട്ടിച്ചെങ്കിൽ എന്നും എന്നോട് പറയും, നീ ആ കൊട്ടാരക്കര പോയി തമ്മി പോകണം, നീ ആ കൊട്ടാരക്കര പോയി തമ്മി പോകണം എന്ന് എപ്പോഴും എന്നോട് പറയാം. ഞാൻ പറയാം, അമ്മേ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല, എങ്കിലും ദൈവം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എനിക്കൊരു മാസമൊക്കെ വരുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. പണ്ട് ചെറുപ്രായത്തിൽ അന്ന് കൊട്ടാരക്കര പോകാൻ നമുക്ക് നിവർത്തിയില്ല, പണ്ടിക്കുള്ളിൽ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും എന്നാൽ എന്റെ കർത്താവിന്റെ ആഗ്രഹത്തെ മാനിച്ചു 7 വർഷമായി അപ്പോസ്തലന്മാരോടുള്ള കൂട്ടായ്മയിൽ എനിക്ക് നിലനിൽപ്പാൻ കർത്താവ് തന്നു. എന്റെ ഭവനത്തെയും ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ വിശുദ്ധയല്ല, എന്റെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ മാത്രമാണ് എന്റെ ദൈവം ഞങ്ങളെ ഇന്നോളം നിലനിർത്തിയത്. ബാല്യം മുതൽ എന്റെ ദൈവം ഞങ്ങളുടെ ആശ്രയമായിരുന്നു. ഇത്രത്തോളം ഞങ്ങളെ നടത്തി. എന്റെ അമ്മയുടെ ശിക്ഷണമാണ് ഞങ്ങളെ ഈ വിശ്വാസത്തിൽ നിന്നത്. ചില മാസങ്ങളായി എന്റെ അമ്മ കഷ്ടത്തിലായിരുന്നെങ്കിലും മറ്റു ധനവാന്മാർക്ക് കിട്ടുന്നതിലും അധികമായ ശുശ്രൂഷ സ്നേഹവും എന്റെ അമ്മയ്ക്ക് ലഭിക്കാനിടയായി. എന്റെ ഇളയ സഹോദരി ഇതുപോലെ ആർദ്രമായി സഹിഷ്ണുതയോടെ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ഈ ഭൂമിയിൽ കണ്ടിട്ടില്ല. എന്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം അമ്മയ്ക്ക് എപ്പോഴും വൃത്തിയാ വേണ്ടത്. എന്റെ അമ്മയ്ക്ക് ഒരു പൊടി പോലും പറ്റാതവള് എന്റെ അമ്മയെ സൂക്ഷിച്ചു. ദൈവങ്ങളെ അവിടെ തലമുറയെ മാനിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്ക് അമ്മയെ അത്രമാത്രം ശുശ്രൂഷിക്കാനുള്ള അവസരം ലഭിച്ചില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിലും ഈ അവസ്ഥയിൽ എൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇവിടെ വന്ന് നിൽക്കുവാനുള്ള അവസ്ഥയില്ലായിരുന്നു. എങ്കിലും കർത്താവ് ഞാൻ 1 മാസം കൊണ്ട് ദൈവസന്നിധിയിൽ എനിക്ക് അമ്മയെ വന്ന് കണ്ടിട്ട് വരുമ്പോൾ വെപ്രാളം വരും. ഞാൻ അച്ചാച്ചനെ വിളിക്കും. അച്ചാച്ചൻ പറയും, എനിക്ക് ഉറക്കമില്ല. അച്ചാച്ചൻ പറയും, നീ ഉണരുമ്പോഴെല്ലാം നീ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ അറിയത്തോലല്ല 12 മണി കഴിയുമ്പോഴൊന്നും ഉറക്കം വരത്തില്ല. അപ്പോഴെഴുന്നേറ്റ് കൈ ഉയർത്തി സ്തോത്രം പറയും, ദൈവമേ നീ വിശുദ്ധീകരിക്കാനായിരിക്കും ഈ കഷ്ടത കൊടുത്തിരിക്കുന്നത്. എൻ്റെ ദൈവം എൻ്റെ അമ്മയെ വിശുദ്ധീകരിച്ച് എൻ്റെ അപ്പച്ചൻ്റെ അവകാശത്തിൽ ചേർക്കണമേ എന്ന് കർത്താവിന്റെ സമയമായപ്പോൾ ദൈവം അത് നിവർത്തിച്ചു. എൻ്റെ അമ്മയുടെ ജഡം ഈ ഭൂമിയിൽ നശിച്ചെങ്കിലും ഞങ്ങൾക്ക് നല്ല പ്രത്യാശയുണ്ട്. എൻ്റെ അമ്മ വാസ്തവമായി എൻ്റെ ദൈവത്തെ എൻ്റെ അമ്മ പ്രിയം വെച്ച കർത്താവിന്റെ രാജ്യത്തിൽ കാണുമെന്ന്. ഇനി ഞങ്ങളും എൻ്റെ അമ്മയ്ക്ക് സമാധാനത്തോടെ കടന്നു പോകുക. എൻ്റെ അമ്മയുടെ മക്കളെല്ലാം ഈ സത്യത്തിൽ നടക്കുന്നു, കൊച്ചുമക്കളും ഈ സത്യത്തിൽ നടക്കുന്നത് കണ്ട് എൻ്റെ അമ്മയ്ക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ കടന്നു പോകുവാൻ സഹോദര വർഗങ്ങൾക്ക് കിട്ടാത്ത ഒരു മഹാഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് സമ്പത്തില്ലെങ്കിലും എൻ്റെ ദൈവം ഞങ്ങൾക്ക് സമ്പത്തായുള്ളതിനായിട്ട് സ്തോത്രം. ഇനിയും വിശുദ്ധന്മാരുടെയും വിശ്വാസികളുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളും ഈ വിശ്വാസത്തിൽ അന്ത്യം വരുന്നില്ല നിന്ന് നല്ല അവകാശം പ്രാപിപ്പാൻ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷിയിൽ നിന്ന് എൻ്റെ അപ്പച്ചൻ മരിച്ച് 15 ദിവസം കഴിഞ്ഞിട്ടാണ് അമ്മ എന്നെ പ്രസവിക്കുന്നത്. അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോനായിരുന്നു. എൻ്റെ 15 വയസ്സ് വരെ ഞാൻ അമ്മയോടൊപ്പമാണ് കിടന്നിറങ്ങിയിരുന്നത്. 80ാം ക്ലാസ് പഠിക്കുന്ന സമയത്തും അമ്മയുടെ കൂടെ കിടന്നിറങ്ങിയിരുന്നു. അമ്മേനെ ചെറുപ്രായത്തിൽ തന്നെ നല്ല ശിക്ഷണയിൽ തന്നെ വളർത്തി. ഇപ്പോഴും എനിക്ക് ഓർമ്മ, എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ അമ്മ നല്ലോണം ശിക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. എനിക്കിത് കാറ്റാടി വരുന്നത് എൻ്റെ കമ്പടിച്ച് നല്ല പൊട്ടുന്നവരെ അടിച്ചാൽ രാത്രി ഉറങ്ങുമ്പോൾ കുറേ കഴിയുമ്പോൾ പുറത്തെല്ലാം എൻ്റെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നു. എൻ്റെ ഊറുകളെല്ലാം വന്നു എന്നെ തേച്ചത്. അമ്മ എനിക്ക് തോളം സ്നേഹിച്ച് വളർത്തി ഒരു മകനായിരുന്നു. ദൈവത്തിന് വഴി നടത്തുവാൻ ദൈവം ഇടയാക്കി. അമ്മയുടെ അവസ്ഥ രോഗത്തിന് കഷ്ടം പ്രയാസത്തിലുമായിരുന്നു. ദൈവത്തിൻ്റെ ഗ്രഹിക്കത്തോളം നോക്കാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു. പ്രത്യേകിച്ചും എൻ്റെ ഭാര്യ ഒരിക്കൽ പോലും എന്നോട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അമ്മയെ നോക്കാൻ പറ്റത്തില്ലെന്നോ അല്ലെങ്കിൽ വയ്യാന്നോ ഇന്ന് വരെ ഒരു അക്ഷരം ഒരിക്കലും എന്നൊരു വാക്ക് എന്നോടോട് പറഞ്ഞിട്ടില്ല. ദൈവത്തോടെ നടത്തി ജീവിതത്തിന് വഴി വിശ്വാസ ജീപ്പാണയാക്കി. ഞങ്ങളുടെ ബന്ധുമത്തെ ചാർച്ചക്കാർ ഞങ്ങളുടെ സഹോദരന്മാർ രോഗത്ത് ബാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഞങ്ങൾക്ക് എപ്പോഴും സഹായമായിരുന്നു. രോഗത്തിലും കിടക്കിലും ആയിരുന്ന സമയത്ത് എൻ്റെ വൈഫിനോടൊപ്പം അവരുടെ മക്കൾ പോലുള്ള മരുമക്കളും എന്ന് അമ്മയെ ശുശ്രൂഷിക്കുന്നതിനും സഹായിക്കുന്നതിനും എല്ലാം ഇടയാക്കി. ആൾക്കാരെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഒരു ബന്ധുമത്തെ ആചാർച്ചക്കാർ ഈ ശുശ്രൂഷപ്പെടുന്നു വന്ന് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്
ഇങ്ങനൊരു സമയം എനിക്ക് ഒരിക്കലും ദൈവത്തെ സ്തുതിക്കുന്നു. 16 വർഷക്കാലമായി ഈ മാതാവിനോടൊപ്പം വസിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. 95 എൻ്റെ മാതാവും എൻ്റെ മരണശേഷം 98-ലായിരുന്നു എൻ്റെ വിവാഹം. 3 വർഷം മാതാവില്ലാതെ കഴിഞ്ഞെങ്കിലും ഒരു മാതാവിനെ എനിക്ക് ലഭിച്ചത്. ഇത്രയും വർഷം യാതൊരു രോഗവും ഒന്നുമില്ലാതെ കഴിഞ്ഞു. 3 വർഷത്തിന് മുമ്പ് രോഗാവസ്ഥയിലായി. ഇതുവരെ ഞങ്ങളൊപ്പം എല്ലായിടവും പോവുകയും എല്ലാ കാര്യങ്ങളും അമ്മ എന്നെ ചെയ്യേണ്ട കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ മുഴുവനും അമ്മ തന്നെയായിരുന്നു നടത്തുന്നത്. എവിടെ പോയാലും കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകാറില്ല, എങ്ങും വിടത്തുമില്ല. ഞാനിവിടെ ഇരുന്നോളാം കൊച്ചുങ്ങളെ. കുഞ്ഞുങ്ങൾക്കും അതേ ഗുണമായിരുന്നു. എന്നെക്കാളും പ്രിയം അമ്മയുടെ കൂടെ തന്നെ ഒരു കിടക്കും. സ്കൂളിൽ പോകുമ്പോ പറഞ്ഞിട്ട് പോകും, വരുമ്പോ ഇവിടെ വാതൊക്കെ കാണും. ചെറുതാമണിക്ക് ഇപ്പോഴേ വിളിച്ചോണ്ടിരിക്കും. ഏഴ് മാസത്തോളം ഇറങ്ങിയിരിക്കാൻ വയ്യാത്ത കിടക്കയിലായിരുന്നു. ഇങ്ങനെ വ്യാഴാഴ്ച രാവിലെയും കുഞ്ഞുങ്ങള് അമ്മച്ചി പോകാന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ വന്നപ്പോഴത്തെ അവസ്ഥ അമ്മ കടന്നുപോയ അവസ്ഥയായിരുന്നു. എല്ലാ കാര്യങ്ങളും എനിക്കൊരു ആശ്രയമായി കുഞ്ഞുങ്ങളോടൊപ്പം പ്രാർത്ഥനയിലും രാത്രി സമയമൊന്നുമില്ല. 4 മണിയാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ 2 മണിക്ക് 1 മണിക്കൊക്കെ പ്രാർത്ഥന കേൾക്കാം. യാതൊരു വിധമായ വിഷയങ്ങളും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. അഥവാ കഴിച്ചാൽ തന്നെ നിമിഷ നേരം കൊണ്ട് വീണ്ടും വിളിച്ച് സംസാരിക്കും. ദേഷ്യവും വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവവും ഇല്ലായിരുന്നു. കിടക്കയിലും എല്ലാം പൂർണ്ണമായില്ലെങ്കിലും എന്നെ ദൈവം തന്ന കൃപയ്ക്കൊത്തോന്നു ശുശ്രൂഷിക്കാനും ദൈവം സഹായിച്ചു. കിടക്കയിലായിരുന്നെങ്കിലും ഭവനത്തിലൊരു ഉണ്ടല്ലോ എന്നൊരു ആശ്വാസം. യാതൊരു മടുപ്പും ഇതുവരെയും തോന്നിയിട്ടില്ല. 7 മാസം കൊണ്ട് പോകാനൊക്കെ പറ്റാത്ത അവസ്ഥയായിരുന്നെങ്കിലും ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായി. എന്നെ സഹായിക്കുവാൻ ഞാൻ തന്നെ ആയെന്നും തോന്നിയിട്ടില്ല. മറ്റുള്ള സഹോദരികളായിട്ടില്ല എനിക്ക് എന്നേക്കാളും എല്ലാ കാര്യങ്ങളും പങ്കെടുത്താലും വരുവാനും അവരെനിക്ക് വളരെ സഹായമായിരുന്നു. എപ്പോഴും എന്നേക്കാളും ഉത്തരവാദിത്തത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തോ കൊടുത്തോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിരിക്കും. ഇതുവരെയും എന്നെ ഐക്യതയിലും സന്തോഷത്തിലും കഴിയുവാനും സഹായിച്ച് എപ്പം വിളിച്ചാലും കുഞ്ഞുങ്ങളെപ്പം വന്ന് വിളിച്ചാലും വിളിയാക്കുവാനും 3 ദിവസം കൊണ്ടാണ് എൻ്റെ പൂർണ്ണമായ അവശതയായത്. എങ്കിലും പ്രത്യാശയോടെ നല്ലൊരു അവകാശം സഹായിച്ചു. വളരെ കഷ്ടതയിലായിരുന്നുവെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. മാതാവ് ഞങ്ങൾക്കൊരാശ്വാസമായിരുന്നു. ഇനി ദൈവം ഞങ്ങളോടുകൂടെ ഇരിക്കണം. മാതാവായി കൂടെ ഇരുന്നു എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ കൂടെ ഇരുന്ന് സഹായിക്കട്ടെ. എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥിച്ചു. ഈ വിലയേറപ്പെട്ട സമയം ദൈവം എനിക്കും ദാനമായി തന്നതിന് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാനിവിടെ 1983 ആഗസ്റ്റ് മാസത്തിൽ മദ്രാസിൽ നിന്നും ഇവിടെ താമസത്തിനായിട്ട് കടന്നു വരുമ്പോൾ
പലതരമായ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, കഷ്ടങ്ങൾ, യുദ്ധങ്ങൾ, പോരാട്ടങ്ങളെല്ലാം ഉണ്ടായ സമയത്ത് ഈ മാതാവ് ഓടി വരും. ഞാൻ താമസിക്കുന്ന എൻ്റെ നിലവിളി, എൻ്റെ സങ്കടവും എല്ലാം കേട്ടും കൂടി വരികയും എന്നെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും അന്ന് മുതൽ മരിക്കും വരെയും ഞങ്ങൾ തമ്മിൽ വലിയൊരു ആത്മാർത്ഥതയും ഒരു സ്നേഹവും വലിയൊരു സഹകരണവും ഞങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്നു. എന്തൊരു വിഷയം വന്നാലും എന്നോട് ഓടി വന്ന് പറയും, ഇന്നതുപോലെ ഇന്ന വിഷയങ്ങളിരിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ വീട്ടിൽ കടന്നു വരണം എന്നെല്ലാം പറഞ്ഞെന്നെ വിളിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് സഹകരിക്കുകയും കൂട്ടത്തിന് പോയാലും എന്നെ വന്ന് വിളിക്കും. നേരത്തെ പോകണമെങ്കിൽ പറയും, നമുക്ക് നേരത്തെ പോകണം, സഹായത്തിനാണെങ്കിൽ ഇവിടുന്ന് 9 മണിയാകുമ്പോൾ ഒരുങ്ങി വരും, നമുക്ക് സ്തോത്രാരാധനയ്ക്ക് സംബന്ധിക്കണം, അതാണ് വലിയ നല്ല ആരാധനയും നമ്മുടെ ശുദ്ധീകരിക്കുന്ന പ്രാർത്ഥനയും അത് സംബന്ധിക്കണമെന്ന് പറഞ്ഞു എന്നെ കൂട്ടിക്കൊണ്ട് പോകും. അങ്ങനെ അത് മുടങ്ങാതെ കൊണ്ട് ഞങ്ങൾ എൻ്റെ വാതൊക്കെ കൂടെ പോകുന്ന സമയം വരെ ഞങ്ങൾ തമ്മിൽ ഒത്തുചേർന്ന് പോകും. അതുപോലെ എന്തൊരാവശ്യം വന്നാലും എന്നോട് പറയുകയും എന്നോട് വന്ന് എന്നെ സഹകരിപ്പിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്ത ഒരു മാതാവായിരുന്നു. 8 മാസം കൊണ്ട് താൻ കിടക്കയിലായിരുന്നു. പലപ്പോഴും ഞാൻ വന്ന് കാണും, എനിക്ക് വരാനൊക്കത്തില്ലെങ്കിലും വയ്യ, ഞാൻ നടന്നു വരും. എന്നെ കാണുമ്പോൾ വലിയ ജീവനാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യമെല്ലാം ചോദിക്കും. മൂത്ത മകളെ കൊച്ചമ്മയ്ക്ക് കൂട്ടിന് രായും പകലും അവളെ വിളിച്ച് കിടത്തുകയും ഇവിടെ കിടക്കാൻ വയ്യാമെങ്കിൽ അവളെ കുട്ടികളുടെ വീട്ടിൽ രാത്രി കിടന്നുകയും ചെയ്തിട്ടുണ്ട്. അന്നെല്ലാം എനിക്ക് വളരെ സന്തോഷവും ആദരവുമാണ്. അനാഥരുടെയും വിധവമാരുടെയും കാന്തനാകുന്ന യേശു അതിൽ ആശ്രയിച്ച് എനിക്ക് ഈ മാതാവിനെ ഞാൻ സഹായിക്കേണ്ടതാകുന്നു എന്ന് ഓർത്ത് ഞാൻ വളരെ ആദരവോടെ സ്നേഹിക്കുകയും സഹകരിക്കുകയും എല്ലാം എൻ്റെ ദൈവം എനിക്ക് തന്ന കൃപയ്ക്കെത്തോണം അന്നെല്ലാം ചെയ്യുവാൻ എനിക്ക് സഹായിച്ചു. ഏത് കാര്യത്തിനും എന്നെ വിളിച്ചിട്ടില്ല, എന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. അത്ര സ്നേഹം ഒരു അമ്മയെ പോലെ എന്നെ കരുതി എന്നെ സ്നേഹിച്ച് എന്നെ ഇത്രത്തോളമാക്കി. അതുപോലെ 3 ദിവസം മുമ്പ് ഡേയ്സ് പറഞ്ഞു, അമ്മച്ചിക്ക് കൂടുതലാണ്, അമ്മ കടന്നു വരണമെന്ന് പറഞ്ഞു, ഇവിടെ എന്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കടന്നു വരികയും പ്രാർത്ഥിക്കുമെല്ലാം ദൈവം എനിക്ക് കൃപ തന്നതിനൊത്തവണ്ണം നിങ്ങളോടുകൂടെ ഇരുപ്പാൻ ദൈവം സഹായിച്ചു. നല്ല അവസാനം പ്രാപിപ്പാൻ, നല്ല ശുശ്രൂഷ ഏറ്റെടുപ്പാൻ ഈ പ്രിയമുള്ള മാതാവിന് ഡേയ്സിക്ക് ദൈവം കൃപ കൊടുത്തു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൾക്ക് കൊടുത്ത എല്ലാ നന്മകൾക്കും എല്ലാ കൃപകൾക്കായി ഞാൻ വാഴ്ത്തുന്നു, സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. എനിക്ക് നല്ലൊരു അവസാനം പ്രാപിക്കണം, ഞാനും അതിനുവേണ്ടി ഓടുന്നു. എനിക്ക് വേണ്ടി എൻ്റെ വിശുദ്ധന്മാരും ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി കാണുന്ന മന്നാളിൽ പ്രിയൻ പൊൻമുഖം ചേരുന്ന വേഗത്തിൽ ഇമ്പാവിടാതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ മുൻമുഖം യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വേലിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ ചേരുന്ന വേഗത്തിൽ ഇമ്പാവിടാതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം ചേരുന്ന വേഗത്തിൽ ഇമ്പാവിടാതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. കർത്താവ് യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യത്തിൽ എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. മരണം, നിത്യത, ഇതിനെല്ലാം 3 വാക്കുകൾ, 3 അക്ഷരങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ മരണത്തിന് അതീതനായി തീർന്നത് പാപം ചെയ്തതിന്റെ ഫലമായി. എന്നാൽ ഉൽപ്പത്തി പുസ്തകം മരണം പ്രസ്താവിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇനി മരണമില്ല. സകലത്തിന്റെയും നിവൃത്തി വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദുഃഖമില്ല, മരണമില്ല, കണ്ണുനീരില്ല. ആ നിത്യമായ നാട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നു.
വെളിപ്പാട് 14:13 പറയുന്നു, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിൽ മരിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ കർത്താവിൽ ജനിക്കുവാനിടയാകണം, ജീവിക്കുവാനിടയാകണം. ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ കർത്താവിൽ മരിച്ച് ആ നിത്യതയുടെ അനുഭവങ്ങൾ, സൗഭാഗ്യങ്ങൾ ലഭിക്കാനിടയാകുകയുള്ളൂ. ഇന്ന് പകലോടെ നടക്കുന്ന ശുശ്രൂഷകളൊന്നും തന്നെ ഈ മാതാവിന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടിയുള്ളതല്ല. കാരണം ജീവിച്ചിരുന്ന സമയം യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് ദൈവവചനത്തിൽ അധിഷ്ഠിതമായ കൽപ്പന അനുസരിച്ച് വിശുദ്ധമായ ജീവൻ നയിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. കർത്താവിന്റെ സമയമായപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ഇവിടെ കയറി വരിക എന്നുള്ള ദൈവശബ്ദത്തിന് മുമ്പിൽ ദൈവസന്നിധിയിലെ താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് വിശ്രമിക്കുന്നു. ലഭിക്കുന്ന നാളുകൾ ദൈവപ്രത്യാശയോടെ വിശുദ്ധിയോടെ ദൈവത്തെ സേവിച്ച് വിശ്വസിച്ച് ദൈവികമായ 2 ജനിച്ചവർക്ക് ഒരു മരണം ഇനി ശേഷിക്കുന്നുണ്ട്. ഒന്ന് ജനിച്ചത് ജഡത്തിൽ ജനിച്ചു, ജഡത്തിൽ ജനിച്ച നിത്യമായ മരണത്തിലേക്ക് പ്രവേശിക്കേണ്ടതായി വരുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. കർത്താവിനൊക്കെ ഒന്ന് മനസ്സിലാക്കി ദൈവപ്രത്യാശയോടെ ജീവിപ്പാൻ പോണം. ജീവരക്ഷയ്ക്കായി എല്ലാവരും രക്ഷപ്പെടുവാനായിട്ടുള്ള ആഹ്വാനം ലഭിച്ചതായ സമയത്ത് ഒരു മാതാവ്, എന്റെ മൂത്ത മകൾ പോയിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞാൻ മാറ്റപ്പെടും. അങ്ങനെയെങ്കിൽ ആ മരണത്തെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളിൽ അചഞ്ചലമായ മാതാവിനെ പ്രിയ മരുമക്കളൊക്കെ ശുശ്രൂഷിക്കുവാനിടയായി തീർന്നു. പ്രായമായി കഴിഞ്ഞാൽ ഇന്ന് മക്കൾക്ക് മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ പറ്റാത്തൊരു കാലം വന്ന് എത്തിയിരിക്കുക. അവരുടെ കുഴപ്പമല്ല, രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യം. അതുകൊണ്ട് മാതാപിതാക്കൾ മനസ്സിലാക്കി ദൈവപ്രത്യാശയോടെ ഈ ഭൂമിയിൽ മാതൃകയോടെ ജീവിച്ച് കർത്താവ് യേശുവിന്റെ വരവിനായി ഒരുക്കപ്പെട്ട് ജീവിപ്പാൻ കോണം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വെളിപ്പാട് ദാനിയേൽ പ്രവചനത്തിൽ 12 പറയുന്നു, ദാനിയേലേ നീ പൊയ്ക്കൊള്ളുക, കാലാവസാനം പോയി വിശ്രമിച്ചിരിക്കുമ്പോൾ ചെയ്ത നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ എല്ലാവരും യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടണം. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ അണ്ടൂർ IPC സഭയുടെയും ദുഃഖവും രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. വിശുദ്ധന്മാരുടെയും ദൈവമക്കളുടെയും മധ്യേ ഈ ദുഃഖം തളം കെട്ടേൽക്കുന്നതായ പ്രിയ ഭവനത്തിൽ പ്രിയ മാതാവിനെ കുറിച്ച് 2 വാക്ക് പറയാൻ ദൈവം തന്ന സന്ദർഭത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യാക്കോബായുടെ ചുറ്റുപാടിൽ ജനിച്ചു വളരുവാനും വിവാഹത്തോടെ മർത്തോമാ സഭയിൽ പോകുവാനും അവിടെ നിന്ന് 3 കുഞ്ഞുങ്ങളുമായി ഈ ഇവിടെ വന്ന് വീണ്ടും താമസിക്കുവാനുള്ളതായ ഭാഗ്യം പ്രിയ മാതാവിന് നൽകി. അതിനുശേഷം അപ്പോസ്തോലികമായ കൂട്ടായ്മയിൽ 3 കുഞ്ഞുങ്ങളുമായി മാതാവ് മന്നൂർ സഭയിൽ വരികയും അന്നു മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെയും അപ്പോസ്തോലികമായ കൂട്ടായ്മയുടെ സത്യത്തിൽ ഉറച്ചു നിൽപ്പാനും കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ഈ ലോക ജീവിതയാത്രയിൽ എന്തെല്ലാം ഒരു മനുഷ്യന് അനുഭവിക്കാമോ അതെല്ലാം ഈ പ്രിയ മാതാവ് കുഞ്ഞുങ്ങളുമായി ഈ ഭൂമിയിൽ അനുഭവിച്ചു. ആ ദുഃഖത്തിലും കഷ്ടത്തിലും തളർന്നും ക്ഷീണിച്ചും പോകാനിടയാകാതെ വണ്ണം ദൈവത്തിൻ്റെ കരം അവർക്ക് താങ്ങും തണലുമായിരുന്നു. തൽഫലമായി ദൈവത്തെ മുട്ടിപ്പായി വിളിച്ചതിൻ്റെ ഫലമായി ആ കുഞ്ഞുങ്ങളെയെല്ലാം ദൈവം അതിൻ്റെ നിലയിൽ തക്ക സമയത്ത് അവർക്കെല്ലാം ഒരു പദവിയും സ്ഥാനവും എല്ലാം കൊടുത്ത് ദൈവം അവരെ നിലനിർത്തി. ദൈവത്തിനോട് സ്തുതിക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ നന്മ കാണുവാനും അവരിൽ നിന്നുള്ള ആശ്വാസം പ്രാപിപ്പാനും കൊച്ചുമക്കളെയൊക്കെ കണ്ട് സന്തോഷിപ്പാനും പ്രിയ മാതാവിന് ഭാഗ്യം ലഭിച്ചു. കുറച്ച് നാളുകളായി ദീനത്തിലായിരുന്നു. ആ ദീനത്തിലായിരുന്നതായ സന്ദർഭങ്ങളിലൊക്കെയും ഇവിടെ പലരും പറഞ്ഞതുപോലെ മറ്റുള്ള മാതാപിതാക്കൾക്ക് അനുഭവിപ്പാൻ ലഭിക്കാത്തതായ മഹാഭാഗ്യം ആ സംരക്ഷണ പ്രിയ ഡേസിൽ നിന്നും അവർക്ക് കൂടുതലായി ലഭിക്കാനിടയായി. ഡേസിൽ നിന്ന് മാത്രമല്ല ഇവിടെ അവരുടെ വേണ്ടപ്പെട്ടവരായ ചർച്ചക്കാരായി ചുറ്റുപാടുമുള്ള കുഞ്ഞുങ്ങളൊക്കെയും അവർക്ക് രായും പകലും ഒന്നുപോലെ അവരെ അങ്ങേയറ്റം സഹായിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്നു. അത് ആ മാതാവിൻ്റെ ആ ദൈവത്തോടുള്ള നിലവിളിയുടെ ഒരു ഭാഗമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവത്തിനോട് സ്തുതിക്കുന്നു. എപ്പോൾ ഞാൻ പല പ്രാവശ്യം ദൈവമായിട്ട് കിടന്ന സമയം പല പ്രാവശ്യം വരികയും കാണുകയും കേൾക്കുകയും വന്ന് അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറയും. ആ പ്രാർത്ഥനയൊക്കെ ആ മാതാവിന് വളരെ സന്തോഷവും ആനന്ദമായിരുന്നു. ദൈവത്തിനോട് സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും പല മണിക്കൂറുകളുടെ ഇടവിട്ട് പല പ്രാവശ്യം വന്നു. ഇന്നലെയും മരിക്കുന്നതിൻ്റെ ആ ദിവസം 2 മണിക്ക് ഡേസി വിളിച്ചു വെച്ച അമ്മയ്ക്ക് വല്ലാത്ത അസ്വസ്ഥയാണ്. ഞാനിവിടെ അറിഞ്ഞുടനെ തന്നെ പെട്ടെന്ന് ഇവിടെ വന്നു പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ഞാൻ ഉടനെ തന്നെ സജിക്ക് വിളിച്ചു, നീ എങ്ങനെയെങ്കിലും ടിക്കറ്റ് കിട്ടുമെങ്കിൽ കടന്നു വരാൻ നോക്ക്, ഒരു വല്ലാത്ത സ്റ്റേജിലെത്തിയിരിക്കുകയാണ്.
കുറച്ചു നേരം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും വീട്ടിൽ പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു 3:30 ആയപ്പോൾ വീണ്ടും വിളിച്ചു, വല്ലാത്ത സ്ഥിതിയിലാണല്ലോ എന്ന്. വീണ്ടും അവിടെ വരുന്നതിനും ഇവിടെ വന്ന് ഡേയ്സി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഡേയ്സിലിരുന്ന് പ്രാർത്ഥിച്ചു. കുറേ 3:54 മണിയോടുകൂടി മാതാവ് കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ ദൈവമുടെയാക്കി. ഈ ഭൂമിയിൽ കഷ്ടം, ദുഃഖവും പ്രയാസവും നിന്നയും എല്ലാം സഹിച്ചെങ്കിലും തനിക്കായി വച്ചിരിക്കുന്നതായ ആ മഹൽഭാഗ്യം പ്രാപിപ്പാൻ പ്രിയ മാതാവിനെ ദൈവം ഇടയാക്കി. ദൈവത്തിനോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഈ യാത്രയപ്പ് ഇവിടെ നടക്കുന്നെങ്കിലും സ്വർഗത്തിൽ മാതാവിനെ സ്വീകരിപ്പാൻ തക്കോണം അവരുടെ പ്രവർത്തന മേഖലയിലെല്ലാം ദൈവം അവർക്ക് താങ്ങായിരുന്നു. ദുഃഖമില്ലാത്ത, കഷ്ടമില്ലാത്ത, നിലവിളിയില്ലാത്ത ആ പ്രിയ ഭവനത്തിൽ പ്രിയ മാതാവിനെ ചേർത്തുകൊണ്ടതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരു കടന്നുപോക്കുണ്ട്. ആ കടന്നുപോക്കിന് ഒരുങ്ങത്തക്കവണ്ണം ഈ ഭൂമിയിൽ കടന്നുപോകാൻ ക്രിസ്തുവിൽ ജനിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ മരിക്കുവാൻ പറ്റുള്ളൂ എന്നുള്ള ദൈവത്തിൻ്റെ വാക്തപ്രകാരം ആ ഭാഗ്യങ്ങളെല്ലാം പ്രിയ മാതാവിന് ലഭിച്ചു. തുടർന്നും ഈ ലോകത്തിൽ എത്ര നാളുണ്ട് എന്നറിയുന്നില്ല. ശേഷിക്കും കാലം ആ ദൈവത്തിന് പ്രസാദകരമായി ജയകരമായി ജീവിതം ചെയ്ത് ഒരു നല്ല ആവശ്യം പ്രാപിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം ആശ്വസിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളിൽ നിന്ന് പോയിടുന്നു ഭാഗ്യമുള്ളവർ, മുൻപേ മുൻപേ പോയിടുന്നു ഭാഗ്യമുള്ളവർ, മണ്ണിൽ ഉള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ, മണ്ണിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ, സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം, സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം, ആവേൻ ഭാഗ്യവർക്കും തുറുവേനിക്കാശയേറുന്നേ, ആദേൻ ഭാഗ്യവർക്കും തുറുവേനിക്കാശയേറുന്നേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സന്ദർഭത്തിൽ ഈ പ്രിയ മാതാവിനെ കുറിച്ചൊരു വാക്ക് സാക്ഷിപ്പാൻ നിൽക്കുന്നതുപോലെ എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് ഭാഗ്യം തന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. 1976 കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം എന്നെ വിളിച്ചു. അതിനുശേഷമായി 1977 ഞാൻ എൻ്റെ സ്വന്തക്കാരെയും ചാർച്ചക്കാരെയും എൻ്റെ ദേശത്തെയും എല്ലാം വിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് വിശ്വാസഭവനത്തിലേക്ക് ഞാൻ പോവുകയുണ്ടായി. എന്നാൽ അതിനുശേഷമായി എൻ്റെ ഭവനത്തിൽ ഈ മാതാവ് എൻ്റെ അമ്മച്ചിയുടെ ഇളയ ആങ്ങളുടെ മകളാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ വീട് വിട്ട് പോയതിനു ശേഷമായി പിന്നീട് എൻ്റെ കുടുംബത്തിലുള്ളവരുമായിട്ട് വലിയ സൗഹാർദ്ദ ബന്ധങ്ങളൊന്നും പുലർത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മാതാപിതാക്കളെ കാണുവാനായി ഭവനത്തിൽ വരികയും അങ്ങനെ മടങ്ങി പോവുകയും ചെയ്യുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അതിനുശേഷമായിട്ട് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പ്രിയ മാതാവിനെ എനിക്ക് കാണുവാനിടയായി. ആ സന്ദർഭത്തിൽ എന്നോട് പറയുകയുണ്ടായി, മോളെ ഞാനൊരു വീട് വെച്ചു, അതിൻ്റെ പ്രതിഷ്ഠയാണ്, അതിനു മുൻപായി നീ വന്ന് എൻ്റെ ഭവനത്തിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ പറയുകയുണ്ടായി, എനിക്ക് വരുവാൻ സാധ്യമല്ല, എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചോളാമെന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വരുന്നതിനും ഇടയായിട്ടില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ സാക്ഷിയിൽ കുഞ്ഞുങ്ങൾ സാക്ഷി പറഞ്ഞതുപോലെ, പൊടിമാമ സാക്ഷി പറഞ്ഞതുപോലെ വളരെ കഷ്ടത്തിൽ കൂടെയും സങ്കടത്തിൽ കൂടെയും ഞെരുക്കത്തിൽ കൂടെയും ബുദ്ധിമുട്ടിൽ കൂടെയും കുഞ്ഞുങ്ങളും മാതാവും കഴിഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദാരിദ്ര്യത്തിൽ കൂടെയും ദുഃഖത്തിൽ കൂടെയും കടന്നുപോയി എന്ന് ഇവർ പറയുകയുണ്ടായല്ലോ. എന്നാൽ ഒരവസരത്തിൽ ഏതാണ്ട് 60 വർഷ നിലവും അതിൻ്റെ ചുറ്റുപാടോടുകൂടി ജീവിച്ചതായ ഒരു ഭവനമായിരുന്നു. എൻ്റെ അമ്മച്ചി കുടുംബത്തിലെ വീട്ടിലുള്ളതായ സകല ചരിത്രങ്ങളും എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ജീവിച്ചതായ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. സഭാപ്രസംഗി പറയുന്ന പോലെ എല്ലാം മായ. ദൈവത്തിന് സ്തോത്രം. എല്ലാം അനുഭവിക്കാനൊരു കാലം, അനുഭവിക്കാതിരിക്കാനൊരു കാലം, ഉണ്ടാകുവാനൊരു കാലം, നശിക്കുവാനൊരു കാലം എന്ന് പറയുന്ന പോലെ എല്ലാറ്റും ഒരു കാലമുണ്ടല്ലോ. എന്നാൽ അതൊക്കെയും നശിച്ചതിന് ശേഷമായി എന്നാൽ ഇതെല്ലാം വീണ്ടും തിരികെ പ്രാപിക്കുന്നത് എങ്ങനെയെന്നുള്ളതായ ആ ഒരു കാഴ്ചപ്പാട്
ഭവനത്തിലുള്ള പലർക്കും അത് ലഭിക്കാതെ പോയി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഞാൻ ചുരുക്കി പറയുകയാവുന്നു, എൻ്റെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് വലിയ ഭാഗ്യം തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. കുടുംബത്തിൽ ചിലരൊക്കെയും ഈ അനുഭവത്തിൽ വരുവാനിടയായിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു സാക്ഷ്യം പറയുവാൻ എനിക്ക് ഒരിക്കലും ഇടയായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ പ്രിയ മാതാവ് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിപ്പാനും ജലസ്നാനം സ്വീകരിപ്പാനും പരിശുദ്ധാത്മാവിഷയം പ്രാപിപ്പാനും അപ്പോസ്തോലികമായ സത്യത്തിൽ നിലനിൽപ്പാനും കർത്താവ് കൊടുത്ത വലിയ ഭാഗ്യമാണ്. അതാണ് എനിക്ക് വലിയ ഭാഗ്യമായി ഞാൻ ചിന്തിക്കുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോകപ്രകാരം സമ്പന്നരാരെന്ന് ചോദിച്ചാൽ തങ്ങളുടെ പാവങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് രക്ഷാനിർണയം പ്രാപിക്കുന്നവർ അവർ സമ്പന്നരാണ്. ജലസ്നാനം സ്വീകരിച്ച് സ്വർഗരാജ്യത്തിൽ കടക്കുന്ന അവർ ഭാഗ്യമുള്ളവരാണ്, അവർ സമ്പന്നരാണ്. പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ച അപ്പോസ്തോലികമായ കൂട്ടായ്മയിൽ നിലനിന്ന് പോകുന്നവരാണ് യഥാർത്ഥമായ സമ്പന്നർ. ലോകത്തിൽ നമുക്ക് എന്തുണ്ടായാലും അതൊന്നും നമുക്ക് സമ്പന്നരാണെന്ന് നമ്മൾ പറയുവാൻ ഒരിക്കലും കഴിയില്ല. ദൈവത്തിന് അതിലൂടെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ആ സമ്പന്നതയിൽ കൂടെ അത് അനുഭവിപ്പാൻ തക്കതുപോലെ ഈ പ്രിയ കുടുംബത്തിന് കർത്താവ് ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാകുന്നു. കഴിഞ്ഞ വർഷം ഈ പ്രിയ മാതാവ് സൗഖ്യമില്ല എന്നറിഞ്ഞ് ഞാൻ ഭവനത്തിൽ കടന്നു വരുവാനിടയായി. എന്നാൽ ശരിയായ വിധത്തിൽ എന്നെ മനസ്സിലാക്കുവാനോ ഞങ്ങൾക്ക് തമ്മിൽ സംസാരിപ്പാനോ ഒന്നും ഇടയായില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അന്ന് മുതൽ ഞാനിങ്ങനെ ചില സന്ദർഭങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഷ്ടപ്പെടാതെ വണ്ണം ദൈവത്തിൻ്റെ സന്നിധി ചേർക്കപ്പെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച ഞങ്ങളുടെ ഒരു പ്രിയ സിസ്റ്റർ കൊട്ടാരക്കര കർത്താവിൻ്റെ അടക്കാരാധന ഉണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടക്കാര കഴിഞ്ഞതിന് ശേഷമായി നമ്മുടെ മനോഹർ ഫെയ്ത്തുമ്പിലെ പാസ്റ്റർ ബച്ചൻ എന്നെ വിളിച്ച് പറയുകയുണ്ടായി, അയച്ചയിലെ അമ്മച്ചി മരിച്ചുപോയി എന്ന്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ മാതാവ് യഥാർത്ഥമായ സത്യത്തിലേക്ക് കടന്നു വരുവാനും കുഞ്ഞുങ്ങളെയും ആ നിലയിൽ വഴി നടത്തുവാനും കർത്താവ് ഇടയാക്കിയല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാകുന്നു. വലിയ വിശ്വാസവും പ്രത്യാശയും പ്രിയ മാതാവിന് ദൈവം കൊടുത്തു, കുഞ്ഞുങ്ങൾക്കും കൊടുത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഉയരത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. എന്നാൽ എനിക്കൊരു അപേക്ഷ പറയാനുള്ളത്, എൻ്റെ ഒരു മൂത്ത സഹോദരനുണ്ടായിരുന്നു. ആ സഹോദരൻ മരിച്ചു, ഈ ലോകത്തോട് യാത്ര പറയുകയുണ്ടായി. എന്നാൽ യഥാർത്ഥമായ ഒരു രക്ഷാനിർണയം പ്രാപിക്കുവാനോ അല്ലെങ്കിൽ ഒരു ദൈവിക അനുഭവത്തിൽ എത്തിച്ചേരുവാനോ ഒന്നും സാധിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. മരിച്ചതിന് ശേഷമായി ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. എൻ്റെ സഹോദരൻ വളരെ അകലെ ഇങ്ങനെ നിൽക്കുന്നു. അതിനുശേഷമായിട്ട് എൻ്റെ തങ്കച്ചാൻ എൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നു. അതിന് കുറച്ചകലെയായിട്ട് എൻ്റെ ഇളയ സഹോദരൻ ഇങ്ങനെ നിൽക്കുന്നു. ഉടനെ എൻ്റെ സഹോദരൻ ഇങ്ങനെ മരിച്ചുപോയ എൻ്റെ സഹോദരൻ എന്നോട് ഇങ്ങനെ പറയുകയാണ്, മകളെ എനിക്ക് നിൻ്റെ അടുക്കലിരിക്കണം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ എൻ്റെ അടുക്കൽ